ഇമ്രാൻഖാനെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഉത്തരവിട്ട പാകിസ്ഥാൻ സുപ്രീം കോടതി. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അത് കോടതി തള്ളി. ഇമ്രാൻഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നതിന് ഇടെയാണ് ഉത്തരവ്. PR കാർത്തിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കാർത്തിക്, ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം പോലും ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഈ കോടതി വിധി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അടിയന്തരമായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കുടുംബം നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ്. നേരത്തെ ജയിൽ അധികൃതർ അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. സർക്കാരിനും അദ്ദേഹത്തെ പുറത്ത് ചികിത്സിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഈ സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്നതാണ് ഏറ്റവും നിർണായകം. 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണം. ഇസ്ലാമാബാദിൽ തന്നെയുള്ള അൽഷിഫ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. ഈ മെഡിക്കൽ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന പേഴ്സണൽ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഈ മെഡിക്കൽ ബോർഡിൻ്റെ ഭാഗമാകും. സെപ്റ്റംബർ 16 വരെ ഈ ചികിത്സ അവിടെ തുടരുകയും ചെയ്യണം എന്നാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. 2022 അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം 2023 മുതൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ റാവൽപിണ്ടിയിലെ കുപ്രസിദ്ധമായ അദിയാല ജയിലിലാണ് ഇമ്രാൻഖാൻ കഴിയുന്നത്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു മാധ്യമപ്രവർത്തകനടക്കം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ആശങ്കാജനകമാണ് എന്ന് പരസ്യപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും സജീവമായി ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചകളിൽ നിറഞ്ഞത്. നേരത്തെ പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടുകളിലും ഇത്തരത്തിൽ ആശങ്കാജനകമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൻ്റെ 85% കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ നേരത്തെ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 3 വർഷമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഉത്തരവ് നിർണായകമാകുന്നത്. എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ ഇമ്രാൻഖാനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ചികിത്സ ഉറപ്പാക്കണമെന്നും സെപ്റ്റംബർ 16 വരെ ചികിത്സ നൽകണമെന്നുമാണ് ഇപ്പോൾ സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ട് പാകിസ്ഥാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VR കാർത്തിക് നൽകിയത്.